കേരളത്തിൻ്റെ ആരോഗ്യ പരിരക്ഷാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ഇ.ടി. നാരായണൻ മൂസ്. അഷ്ടാംഗവൈദ്യൻ എന്നത് ലോപിച്ചാണ് അഷ്ടവൈദ്യൻ എന്ന പദമുണ്ടായത്. ആയുർവേദത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രാവീണ്യവും പാരമ്പര്യവുമുള്ള തൈക്കാട്ട് മൂസ് കുടുംബത്തിലെ ഇപ്പോഴത്തെ വൈദ്യശ്രേഷ്ഠനാണ് തൈക്കാട്ട് ഇ.ടി. നാരായണൻ മൂസ്. ആയുർവേദം എന്നാൽ ആയുസ്സിനെക്കുറിച്ചുള്ള അറിവാണ്. ആ അറിവിൻ്റെ അക്ഷയഖനിയാണ് ശ്രീ മൂസ്. രോഗമേതായാലും ഈ വൈദ്യശ്രേഷ്ഠൻ്റെ ചിന്താമഞ്ജരിയിൽ മരുന്നുണ്ട്. ജീവധാര അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും നേരുന്നു. ഭാരതത്തിൻ്റെ ചികിത്സാശാസ്ത്രമായ ആയുർവേദത്തിൽ ദശമൂലം, ത്രിഫല, ത്രികടു തുടങ്ങി കൂട്ടമായിട്ട്, അതായത് സമൂഹമായിട്ട് ഉപയോഗിക്കുന്ന അനേകം ഔഷധസസ്യങ്ങളുണ്ട്. അതിൽ ത്രിഫലയെക്കുറിച്ച് നമ്മൾ ജീവധാരയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെ കൂട്ടമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഔഷധസസ്യയോഗമാണ് നാൽപ്പാമരം. അത്തി, ഇത്തി, ആല്, അരയാൽ എന്നീ 4 മരങ്ങളുടെ യോഗമാണ് നാൽപ്പാമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഈ ഐറ്റം നാൽപ്പാമരത്തൊലിയാണിത്. അത് 4 ഐറ്റമാണ്: അത്തിത്തൊലി, ഇത്തിത്തൊലി, അരയാൽ തൊലി, പേരാൽ തൊലി. വേദങ്ങളിലും പുരാണങ്ങളിലും എന്ന് വേണ്ട, ഭാരതീയമായ മിക്ക സങ്കല്പങ്ങളിലും അരയാലുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലെയും മുമ്പിൽ അരയാൽ കാണാം. നാൽപ്പാമരത്തിലെ ഒരു പ്രധാന ഇനമാണ് അരയാൽ എന്നതിനു പുറമെ അരയാലിന് മറ്റനേകം സവിശേഷതകളുണ്ട്. അതിൻ്റെ മഹത്വം അറിയേണ്ടത് തന്നെയാണ്. വൃക്ഷങ്ങളിലെ രാജാവാണ് അരയാൽ. അരജനാൽ എന്ന പദമാണ് അരയാൽ ആയി മാറിയത്. മിന്നൽ പിണരുകളിലെ വൈദ്യുതോർജ്ജത്തെ തായ്തടിയിലൂടെ ഭൂമിയിലെത്തിക്കാനുള്ള വിശേഷ ശക്തിയുണ്ടത്രേ അരയാലിന്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും മറ്റും സമീപത്ത് അരയാൽ നട്ടുവളർത്തുന്നത്. നാൽപ്പാമരങ്ങളിലൊന്നായ ഇത് ഔഷധമെന്ന നിലയിലും പ്രയോജനപ്പെടുന്നു. അരയാലിൻ്റെ കുരുനിലകൾ അരച്ചു പുരട്ടിയാൽ വ്രണങ്ങൾ കരിയും. ഉണങ്ങിയ അരയാൽ പഴം പൊടിച്ച് 1 ടീസ്പൂൺ തേനിൽ ചതച്ച് കഴിക്കുന്നത് ശ്വാസം മുട്ടൽ കുറയാൻ സഹായിക്കും. അരയാൽ വിത്ത് ഉണക്കിപ്പൊടിച്ച് കഴിച്ചാൽ ശുക്ലവർദ്ധനവുണ്ടാവും. തന്മൂലം സന്താനോൽപാദന ശേഷി വർദ്ധിക്കും. അരയാൽ മരക്കറ പുരട്ടിയാൽ കാൽ വിണ്ടു കയറുന്നത് കുറയും. ശ്രേഷ്ഠമായ അരയാൽ വൃക്ഷത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ പൂജകളിലും ഹോമങ്ങളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഹോമാഗ്നിയിൽ നിന്ന് ഉയരുന്ന പുകയിലൂടെ അരയാലിൻ്റെ ഔഷധഗുണം നമ്മളിലേക്ക് പകരുന്നു. അന്തരീക്ഷ ശുദ്ധീകരണം വരെയും ഇതുകൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഭാരതീയമായ ഷോഡശ സംസ്കാരങ്ങളിൽ മിക്കതിലും നാൽപ്പാമരങ്ങളായ അത്തി, ഇത്തി, ആൽ, അരയാൽ എന്നിവ പൂജയ്ക്കായും ഹോമത്തിനായും ഉപയോഗിക്കുന്നു. ഷോഡശ സംസ്കാരങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നതിന് പിറകിലെ രഹസ്യമെന്താണ്? എൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ വിഷഹരാണ്. വിഷഹരത്വമുണ്ട്. മറ്റേ ത്വകാശുല രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. അതുകൊണ്ടാണ് അത് ഈ പൂജാതി കർമ്മങ്ങൾക്ക് അധികം ഉപയോഗിക്കുന്നത്. വിവാഹം, പുംസവനം, സീമന്തം, ജാതകർമ്മം തുടങ്ങി അന്ത്യേഷ്ടി വരെയുള്ള ഷോഡശ സംസ്കാരങ്ങൾ ഭാരതീയരുടെ മാത്രം ആചാരമാണ്. ഇവയിൽ മിക്കതിലും ഹോമത്തിനായും കലശങ്ങളുണ്ടാക്കാനും നാൽപ്പാമരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത്ഭുതകരമായ രോഗപ്രതിരോധ ശേഷിയും പകർച്ചവ്യാധികളുണ്ടാക്കുന്ന അണുക്കളെ തടയാനുള്ള കഴിവുമുള്ള വൃക്ഷങ്ങളാണ് അത്തിയും, ഇത്തിയും, ആലും, അരയാലും. ഹോമങ്ങളിൽ ഉയരുന്ന പുകയിലൂടെയും കലശങ്ങളിലെ അരയാൽ, ആൽ ഇവ സ്പർശിച്ച ജലത്തിലൂടെയും അന്തരീക്ഷ ശുദ്ധിയും ശരീരശുദ്ധിയും നടക്കുന്നു. ആധുനിക ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പേ ഇത് കണ്ടെത്തിയ ഭാരതീയ ഋഷിവര്യന്മാരെ നമസ്കരിക്കുക.